Hi all, നമ്മൾ ഇന്ന് ക്ലാസ് 8ന്റെ ചാപ്റ്റർ 6 വി ഡിസ്ട്രിബ്യൂട്ട് 8 തിങ്സ് മൾട്ടിപ്ലൈ അതിലെ ഫിഗർ ഇറ്റ് ഔട്ട് പേജ് നമ്പർ 154 ആണ് ചെയ്യുന്നത്. ഇതതിലെ ലാസ്റ്റ് ഫിഗർ ഇറ്റ് ഔട്ട് ആണ്. അതോടുകൂടി ഈ ചാപ്റ്റർ തീരുവാണ്. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ പിന്നെ ഇടാം. ഫിഗർ ഇറ്റ് ഔട്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് എക്സ്പ്ലനേഷൻ ഇടുന്നത്. ഇതിൻ്റെ അകത്ത് ഐഡൻറ്റിറ്റീസ് നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കണം. ഇത് ആണ് നമുക്കിടെ ഐഡൻറ്റിറ്റി 1a. a plus b all square is equal to a square plus 2ab plus b square. അത് ഐഡൻറ്റിറ്റി 1a. ഇനി ഐഡൻറ്റിറ്റി 1b എന്ന് പറയുന്നത് a മൈനസ് ബി ഓൾ സ്ക്വയർ ആണ്. എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. പ്ലസിന് പകരം ഇവിടെ മൈനസ് ആവും. ഇനി ഐഡൻറ്റിറ്റി 1c എന്ന് പറയുന്നത് a പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറയുന്നത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഈ രണ്ട് ഐഡൻറ്റിറ്റിയും വെച്ചാണ് ഈ പ്രോബ്ലംസ് മൊത്തം സോൾവ് ചെയ്യേണ്ടത്. ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കമ്പ്യൂട്ട് ദീസ് പ്രോഡക്റ്റ് യൂസിങ് ദ സജസ്റ്റഡ് ഐഡൻറ്റിറ്റി. പറഞ്ഞിരിക്കുന്ന ഐഡൻറ്റിറ്റി വെച്ച് നമ്മൾ അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്, ചിലപ്പോൾ ഐഡൻറ്റിറ്റി 1a എന്നേ തരുള്ളൂ. ഇവിടെ നമുക്ക് a പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് തന്നിട്ടുണ്ട്. എക്സാമിന് ചിലപ്പോൾ തന്നിട്ടുണ്ടാവില്ല. അപ്പം നമ്മൾ ഐഡൻറ്റിറ്റി 1a ഏതാണെന്ന് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഇത് a പ്ലസ് ബി ഹോൾ സ്ക്വയർ ആണ് തന്നെ. അപ്പോൾ 46 സ്ക്വയറിൻ്റെ ഐഡൻറ്റിറ്റി 1a ഉപയോഗിച്ച് അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാനാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ 46 സ്ക്വയറിന് എഴുതാം. 46 സ്ക്വയറിന് നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? 40 പ്ലസ് 6 ഹോൾ സ്ക്വയറിന് എഴുതാം. ഇവിടെ ഐഡൻറ്റിറ്റി പറഞ്ഞുകൊണ്ട് നമ്മൾ ആ ഐഡൻറ്റിറ്റി എന്താണെന്ന് എഴുതണം. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ആണ് നമുക്കിടെ ഐഡൻറ്റിറ്റി. അതിൻ്റെ വാല്യൂ എന്നാ വന്നത്? എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഇനി ഇവിടെ എക്ക് പകരം ആരാ വന്നിരിക്കുന്നത്? ഹിയർ a is equal to 40, b equal to 6. ഇനി ആ വാല്യൂ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എ സ്ക്വയർ എന്ന് പറയുമ്പോൾ 40 സ്ക്വയർ പ്ലസ് 2ab എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു 40 ഇൻറ്റു 6 പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ 6 സ്ക്വയർ. 4ൻ്റെ സ്ക്വയർ 16, ഒരു സീറോയുടെ സ്ക്വയർ 2 സീറോ. 2 ഇൻറ്റു 40 80, 80 ഇൻറ്റു 6 480 പ്ലസ് 36. ഇത് ആഡ് ചെയ്യുമ്പോൾ ആദ്യം നമുക്ക് 1600 എങ്ങനെ വേണമെങ്കിലും എഴുതാം. 480 എഴുതുമ്പോൾ 084 എന്ന് എഴുതുക. പിന്നെ 36ൽ 6 എഴുതുക, 3 എഴുതുക. ഇങ്ങനെ വേണം നമ്മളെപ്പോഴും ആഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് 6 കിട്ടും. 8 പ്ലസ് 3 11, ക്യാരി ഓവർ 1. 6 പ്ലസ് 4 10, 10 പ്ലസ് 1 11, again carry over 1 2. അപ്പോൾ ഫൈനൽ ആൻസർ നമുക്ക് എത്രയാണ്? 2160. ഓക്കെ ആലോ. ഇനി നമുക്കിടെ അടുത്ത് സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് 397 ഇൻറ്റു 403 യൂസിങ് ഐഡൻറ്റിറ്റി 1c ഫോർ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. അപ്പോൾ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി, ഇവിടെ എയും ബിയും സെയിം തന്നെയായിരിക്കണം. 397ഉം 403. ഇവിടെ ഒരു 3 കുറവുണ്ട്, ഇവിടെ ഒരു 3 കൂടുതലുണ്ട്. അപ്പോൾ നമ്മൾ ഏതാ എടുക്കേണ്ടത്? ചൂസ് ചെയ്യേണ്ടത് 400 ആണ് വന്നത്. അപ്പോൾ നമുക്കിവിടെ സെക്കൻഡ് ബിറ്റ് എഴുതുമ്പോൾ 397 ടൈംസ് 403. അതിന് നമ്മൾ എങ്ങനെ എഴുതണം? 400 മൈനസ് 3 ഇൻറ്റു 403 നമുക്ക് എങ്ങനെ എഴുതാം? 400 പ്ലസ് 3 എഴുതാം. ഇനി ഇവിടെ കൊടുക്കുന്ന ഐഡൻറ്റിറ്റി ഏതാണ്? ഐഡൻറ്റിറ്റി 1c എന്ന് പറയുന്നത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. അതിൻ്റെ എക്സ്പാൻഷൻ എത്രയാണ്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഇവിടെ എക്ക് പകരം വരുന്നത് 400, ബിക്ക് പകരം വരുന്നത് 3. അപ്പോൾ ഈ വാല്യൂ നേരിട്ടങ്ങ് കൊടുക്കാം. അപ്പോൾ ഇത് 400 എന്ന് പറയുമ്പോൾ 4ൻ്റെ 400 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ. 4ൻ്റെ സ്ക്വയർ 16 ആണ്. 2 സീറോയുടെ സ്ക്വയർ വരുമ്പോൾ 4 സീറോ വരും. 3യുടെ സ്ക്വയർ 9. ഇത് രണ്ടും കൂടി സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 15,991. 1,59,991. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ
തേർഡ് ബിറ്റിൽ പറഞ്ഞിരിക്കുന്നത് 91 സ്ക്വയർ ആണ് കണ്ടുപിടിക്കേണ്ടത് യൂസിങ് ദ ഐഡന്റിറ്റി 1b ഫോർ a മൈനസ് ബി ഹോൾ സ്ക്വയർ. a മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന ഐഡന്റിറ്റി ആണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ 91 സ്ക്വയറിനെ നമ്മളിപ്പോൾ 92 മൈനസ് 1 എന്ന് കൊടുത്തിട്ട് കാര്യമില്ല. അതിൽ എളുപ്പം ഏതാണ് വന്നത്? 100 മൈനസ് 9 ഹോൾ സ്ക്വയർ എങ്ങനെ കൊടുക്കുകയാണ് നല്ലത്. ഇവിടെ നമ്മൾ കൊടുക്കുന്ന ഫോർമുല എ മൈനസ് ബി ഹോൾ സ്ക്വയർ ആണ്. എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഇവിടെ എ എന്ന് പറയുന്നത് ഏതാണ്? 100 ആണ്. ബി എന്ന് പറയുന്നത് എത്രയാണ്? 9 ആണ്. ഇനി ആ വാല്യൂ അങ്ങ് കൊടുക്കുക. അപ്പം എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ എ സ്ക്വയർ 100 സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 100 ഇൻറ്റു 9 പ്ലസ് 9 സ്ക്വയർ. 100ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 10,000 മൈനസ് 2 ഇൻറ്റു 9 18, പിന്നെ 2 0 എഴുതി. 9 സ്ക്വയർ എന്ന് പറയുമ്പോൾ 81. 10,000ൽ നിന്ന് 1,800 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 8,200 കിട്ടും. അതിൻ്റെ കൂടെ 81 ആഡ് ചെയ്യുമ്പോൾ 8,281 കിട്ടും. ഇനി നമുക്കിടെ ഫോർത്ത് ബിറ്റ് 43 ഇൻറ്റു 45 യൂസിങ് ഐഡൻറ്റിറ്റി 1c ഫോർ a പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. ഇവിടെ നോക്കിക്കേ, ഇവിടെ എഴുതുമ്പോൾ ഇത് 45ഉം 43ഉം ഇടയ്ക്കുള്ള നമ്പർ എന്ന് പറയുന്നത് 43 ആണ്. അപ്പം ഇൻ ടേംസ് ഓഫ് 43 എഴുതാൻ നോക്കുക. 43യുടെ ഇൻ ടേംസ് ഓഫ് 44 എഴുതാൻ നോക്കുക. 43യുടെയും 45ൻ്റെയും മിഡിൽ കിടക്കുന്ന ടേം 44 ആണ്. അപ്പം ഇതെന്ന് പറയണത് ഒന്നുകിൽ 44 മൈനസ് 1, അടുത്തത് 44 പ്ലസ് 1. അപ്പം നമുക്ക് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറയുന്ന ഐഡൻറ്റിറ്റി കിട്ടും. അപ്പോൾ ഫോർത്ത് ബിറ്റിൽ 43 ഇൻറ്റു 45 എന്ന് പറയണതിന് നമുക്ക് 44 മൈനസ് 1ഉം അടുത്തതിനെ 44 പ്ലസ് 1 എന്ന് വരും. അപ്പോൾ ഇവിടുത്തെ ഐഡൻറ്റിറ്റി ഏതാ വന്നത്? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. ആൻസർ എന്താ? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഇവിടെ എക്ക് പകരം വരുന്നത് 44ഉം ബിക്ക് പകരം വരുന്നത് 1. അപ്പോൾ ആൻസർ വരുമ്പോൾ 44 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ. 44 സ്ക്വയർ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ സാധാ മൾട്ടിപ്ലിക്കേഷൻ തന്നെ ചെയ്യുക. 44 ഇൻറ്റു 44 എത്രയാണെന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 1936 മൈനസ് 1. സോൾവ് ചെയ്യുമ്പോൾ 1935. ഇതായിരിക്കും നമുക്കിവിടെ ഫൈനൽ ആൻസർ വരുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ use either a suitable identity or distributive property to find each of the following product. ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ ഒന്നുകിൽ നമുക്ക് ഏതെങ്കിലും ഐഡൻറ്റിറ്റി ഉപയോഗിക്കാം. ഐഡൻറ്റിറ്റി 1a 1b 1c ഉപയോഗിക്കാം. അതും കിട്ടുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യുക? ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഉപയോഗിക്കാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ p മൈനസ് 1 ഇൻറ്റു p പ്ലസ് 11. p മൈനസ് 1 ഇൻറ്റു p പ്ലസ് 11. ഇത് ഒരു ഐഡൻറ്റിറ്റിയിലും പെടുന്നതല്ല. അപ്പം നമ്മൾ എന്ത് തന്നെ കൊടുക്കുക? ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി കൊടുക്കുക. അപ്പം p ഇൻറ്റു p പ്ലസ് 11. പിന്നെ ഇപ്പുറം കിടക്കണ ഏതാ? മൈനസ് 1 ആണ് വരുന്നത്. മൈനസ് 1 ഇൻറ്റു p പ്ലസ് 11. ഇനി ഓരോരോ ടേമിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. p ഇൻറ്റു p p സ്ക്വയർ പ്ലസ് p ഇൻറ്റു 11p എന്ന് എഴുതുക. മൈനസ് 1 ഇൻറ്റു p മൈനസ് p മൈനസ് 1 ഇൻറ്റു 11 മൈനസ് 11 ഈക്വൽ ടു p സ്ക്വയർ പ്ലസ് 11p മൈനസ് 1p എന്നാണ് തന്നെ. ഇപ്പം ഡൗട്ട് ഉള്ളവർ, സബ്ട്രാക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ ഇപ്പം p കാണുമ്പോൾ മനസ്സിലാവുന്നില്ല എങ്കിൽ അതിനെ 1p എന്ന് എഴുതും. അപ്പം 11p മൈനസ് 1p എന്ന് പറയുന്നത് നമുക്ക് 10p കിട്ടും മൈനസ് 11. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നമുക്കിവിടെ സെക്കൻഡ് ബിറ്റിൽ പറഞ്ഞിരിക്കുന്നത്
3a മൈനസ് 9b ഇൻറ്റു 3a പ്ലസ് 9b. ഇത് ഏതോ ഒരു ഐഡൻറ്റിറ്റി ആലോ. ഏത് ഐഡൻറ്റിറ്റി തന്നെ? നമുക്കിടെ 1c ഐഡൻറ്റിറ്റി 1c ആണ് വന്നത്. ഐഡൻറ്റിറ്റി 1c എങ്ങനെയാണ് വന്നത്? 3a മൈനസ് 9b ഇൻറ്റു 3a പ്ലസ് 9b. ഐഡൻറ്റിറ്റി വരുമ്പോൾ തന്നെ നമ്മൾ ആ ഐഡൻറ്റിറ്റി എഴുതിക്കോളൂ. a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഇവിടെ എക്ക് പകരം വരുന്നത് 3a, ബിക്ക് പകരം വരുന്നത് 9b. അപ്പോൾ ആൻസർ വരുമ്പോൾ എങ്ങനെ വരും? 3a സ്ക്വയർ എന്ന എഴുതിയ തെറ്റാണ്. 3a ഹോൾ സ്ക്വയർ എന്ന് എഴുതണം. കാരണം 3ക്കും ബാധകമാണ്, എക്കും ബാധകമാണ്. മൈനസ് 9b സ്ക്വയർ എന്നല്ല എഴുതണ്ടേ, 9b ഹോൾ സ്ക്വയർ എന്നാണ് എഴുതണ്ടേ. 3യുടെ സ്ക്വയർ 9, എയുടെ സ്ക്വയർ എ സ്ക്വയർ മൈനസ് 9യുടെ സ്ക്വയർ 81, ബിയുടെ സ്ക്വയർ ബി സ്ക്വയർ. ആൻസർ വരുമ്പോൾ 9a സ്ക്വയർ മൈനസ് 81b സ്ക്വയർ. ഇനി നമുക്കിടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മൈനസ് 2y പ്ലസ് 5 ഇൻറ്റു 3y പ്ലസ് 4. ഇത് ഒരു ഐഡൻറ്റിറ്റിയിലും പെടുന്നതല്ല. അപ്പോൾ നമുക്കിടെ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി തന്നെ കൊടുക്കുക. ഈ മൈനസ് അവിടെ കിടന്നോട്ടെ, ബാക്കിയത്തെ കാര്യങ്ങൾ അങ്ങ് ചെയ്തേച്ചാൽ മതി, അല്ലെങ്കിൽ നമ്മൾ ഫുൾ കൺഫ്യൂഷൻ ആയിട്ട് പോകും. 2y പ്ലസ് 5 ഇൻറ്റു 3y പ്ലസ് 4. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക? 2yനെ ഓരോരോ ഈ ഫസ്റ്റ് ബ്രാക്കറ്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 2y ഇൻറ്റു 3y പ്ലസ് 4. ഇനി എന്ത് ചെയ്യുക? 5നെ ഈ ഫുൾ ബ്രാക്കറ്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 3y പ്ലസ് 4. ഇനി ഓരോരോ ടേം ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 2y ഇൻറ്റു 3y എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു 3 6, y ഇൻറ്റു y y സ്ക്വയർ പ്ലസ്. ഇനി 2y ഇൻറ്റു 4 ചെയ്യുക. 2 ഇൻറ്റു 4 8, 8 ഇൻറ്റു y 8y. ഇവിടെ ഓർക്കുക മൈനസ് ഉണ്ട്, പുറത്ത് വലിയൊരു ബ്രാക്കറ്റിൽ മൈനസ് അങ്ങ് കിട്ടും. അപ്പോൾ പിന്നെ കൺഫ്യൂഷൻ വരില്ല, അല്ലെങ്കിൽ ഫൈനലി നമ്മൾ ആ മൈനസിൻ്റെ കാര്യം വിട്ടുപോകും. 5 ഇൻറ്റു 3y എന്ന് പറയുമ്പോൾ 15y പ്ലസ് 5 ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ 20. ഇനി ഇതിൽ സോൾവ് ചെയ്യാൻ പറ്റുന്നത് 8yയും 15yയും ആണ്. 8 പ്ലസ് 15 എന്ന് പറയുമ്പോൾ 23y. അപ്പോൾ മൈനസ് പുറത്ത് തന്നെ കിടക്കട്ടെ. 6y സ്ക്വയർ പ്ലസ് 23y പ്ലസ് 20. ഇനി നമ്മൾ മൈനസ് ബ്രാക്കറ്റിൻ്റെ അകത്തേക്ക് എടുക്കണം. അപ്പോൾ എത്ര വരും? മൈനസ് 6y സ്ക്വയർ മൈനസ് 23y മൈനസ് 20. മൈനസ് ഫുള്ള് നമ്മൾ ബ്രാക്കറ്റിൻ്റെ അകത്തേക്ക് എടുത്തു. അപ്പോൾ എല്ലാ ആൻസറിലും മൈനസ് വന്നു. ഇനി അടുത്തത് 6x പ്ലസ് 5y ഹോൾ സ്ക്വയർ. ഇത് ഏത് ഐഡൻറ്റിറ്റിയാ? a പ്ലസ് ബി ഹോൾ സ്ക്വയർ. അപ്പോൾ നമ്മൾ ആ ഐഡൻറ്റിറ്റി ആദ്യമേ എഴുതുക. 6x പ്ലസ് 5y ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്യും. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. അതിൽ എ എന്ന് പറയുന്നത് 6x ആയിരിക്കും, ബി എന്ന് പറയുന്നത് 5y ആയിരിക്കും. ഇവിടെയും ഒരു കാര്യം ചെയ്യണം. 6x സ്ക്വയർ എന്ന് എഴുതിയ തെറ്റാണ്. 6x ഹോൾ സ്ക്വയർ എന്ന് എഴുതുക. പ്ലസ് 2 ഇൻറ്റു 6x ഇൻറ്റു 5y പ്ലസ് 5y ഹോൾ സ്ക്വയർ. 6ൻ്റെ സ്ക്വയർ 36, xൻ്റെ സ്ക്വയർ x സ്ക്വയർ. 6 ഇൻറ്റു 2 12, 12 ഇൻറ്റു 5 60xy പ്ലസ് 5 ഇൻറ്റു 5 25y സ്ക്വയർ. ഇതിൻ്റെ അകത്ത് വേറെ ഒന്നും ചെയ്യാനില്ല, എല്ലാം ഡിഫറെൻറ്റ് വേരിയബിൾസ് ആണ്, അല്ലെങ്കിൽ ആൽഫബറ്റ്സ് ആണ് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും എക്സ്പാൻഡ് ചെയ്യാനോ ആഡ് ചെയ്യാനോ ഒന്നുമില്ല. ഇനി ഇതെന്ന് പറയുന്നത് നമുക്കുടെ ഐഡൻറ്റിറ്റി ഏതാണ്? a മൈനസ് ബി ഹോൾ സ്ക്വയർ ആണ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. 2x മൈനസ് 1/2 ഹോൾ സ്ക്വയർ. അപ്പോൾ നമുക്കിടെ ഫിഫ്ത്ത് ബിറ്റ് 2x മൈനസ് 1/2 ഹോൾ സ്ക്വയർ. ഇതിൽ വേണമെങ്കിൽ നമുക്ക് ക്യാൻസൽ ചെയ്യാം, അല്ലെങ്കിൽ എല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്ത് അങ്ങ് എഴുതിയാലും മതി. ഇവിടെ a മൈനസ് ബി ഹോൾ സ്ക്വയർ ആണ് വന്നത്. ആ ഐഡൻറ്റിറ്റി a സ്ക്വയർ മൈനസ്
2ab പ്ലസ് ബി സ്ക്വയർ. എ എന്ന് പറയണത് 2x, ബി എന്ന് പറയണത് 1/2. സൈൻ അവിടെ നോക്കണ്ട കേട്ടോ, കാരണം ഓൾറെഡി നമ്മളത് എക്സ്പാൻഡ് ചെയ്യാൻ എടുത്തിട്ടുണ്ട്. 2x ഹോൾ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു എ ഇൻറ്റു ബി പ്ലസ് 1/2 ഹോൾ സ്ക്വയർ. 2ൻ്റെ സ്ക്വയർ 4, 4x സ്ക്വയർ മൈനസ് ഈ 2ഉം ഈ 2ഉം നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പം -2x എന്ന് അങ്ങ് എഴുതാം. പിന്നെ 2ൻ്റെ സ്ക്വയർ വരുമ്പോൾ 4 പ്ലസ് 1/4. ഇതാണ് നമുക്കിവിടെ 5th ബിറ്റ്. ഇനി നമുക്കിവിടെ 6th ബിറ്റ്. ഇതൊന്നും ചെയ്യാനില്ല, ഇതങ്ങ് ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാനേ ഉള്ളൂ. ഇപ്പോൾ 7p ഇൻറ്റു 3r എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യാം. 7ഉം 3ഉം മൾട്ടിപ്ലൈ ചെയ്യാം. 21. പിന്നെ p ഇൻറ്റു r PR. ബ്രാക്കറ്റിൻ്റെ അകത്താണ് p+2 വരുന്നത്. ഈ 21 PR-നെ p ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 21 PR-നെ 2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇത് വരുമ്പോൾ 21 PR ഇൻറ്റു p പ്ലസ് 21 PR ഇൻറ്റു 2. ഇതിൻ്റെ അകത്ത് p ഇൻറ്റു p എന്ന് പറയുമ്പോൾ എത്ര വരും? p സ്ക്വയർ വരും. അപ്പോൾ ആൻസർ വരുമ്പോൾ 21 p സ്ക്വയർ r. ഇവിടെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി തന്നെയാണ് കൊടുക്കുന്നത്. 21 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 42 PR. അപ്പോൾ ലാസ്റ്റ് ആൻസർ വരുമ്പോൾ 21 p സ്ക്വയർ r പ്ലസ് 42 PR. അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫോർ ഈച്ച് സ്റ്റേറ്റ്മെന്റ് ഐഡന്റിഫൈ ദ അപ്രോപ്രിയേറ്റ് ഓൾജിബ്രൈക് എക്സ്പ്രഷൻ. ഇവിടെ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ ഇതിൽ ഏത് ഓപ്ഷനാണ് കറക്റ്റ് എന്ന് പറയാം. 2 മോർ ദാൻ എ സ്ക്വയർ നമ്പർ. ഇപ്പം നമ്മൾ ഇവിടെ എസ്സിലാണ് കൊടുത്തിരിക്കുന്നത്. എസ് എടുത്തു. എസിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും വരുന്നത്? എസ് സ്ക്വയർ ആയിരിക്കും വരുന്നത്. 2 മോർ ദാൻ എന്ന് പറയുമ്പോൾ എന്ത് വരും? +2 ആയിരിക്കും വരുന്നത്. ഒന്നുകിൽ 2 + എസ് സ്ക്വയർ എന്ന് വരും, അല്ലെങ്കിൽ എസ് സ്ക്വയർ +2 എന്ന് വരും. ഈ ഓപ്ഷനാണ് കറക്റ്റായിട്ട് വരുന്നത്. ഇനി ഇത് തെറ്റാൻ കാരണം സ്ക്വയർ എടുത്തിട്ടില്ല. ഇത് രണ്ടിനും സ്ക്വയർ ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല. അടുത്തത് സം ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് 2 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ്. കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ടടുത്ത് കിടക്കുന്ന നമ്പർ. ഒരു നമ്പർ 2 ആണെങ്കിൽ അടുത്ത നമ്പർ 3 ആയിരിക്കും, അതിൻ്റെ കൂടെ ഒന്ന് കൂടുതലായിരിക്കും. അപ്പോൾ ഒരു നമ്പർ m ആണെങ്കിൽ അടുത്ത നമ്പർ m+1 ആയിരിക്കും കോൺസിക്യൂട്ടീവ് നമ്പേഴ്സിൽ വരുന്നത്. അവർക്കിടെ എന്ത് എടുക്കണം? സ്ക്വയർ എടുക്കണം. സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇത് m സ്ക്വയർ ആവും, ഇത് m+1 സ്ക്വയർ ആവും. ഇനി എന്ത് ചെയ്യാനാ പറഞ്ഞേക്കണേ? സമ്മ് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്. സം എന്ന് പറയുമ്പോൾ അതിൻ്റെ നടുക്ക് എന്തായിരിക്കും സിമ്പിൾ തന്നെ? പ്ലസ് ആയിരിക്കും തന്നെ. ഇങ്ങനെ ഐഡന്റിറ്റി എടുത്തിട്ടുണ്ടോ നോക്കിക്കേ. ഇവിടെ n എടുക്കാൻ പറ്റില്ല, കാരണം കോൺസിക്യൂട്ടീവ് നമ്പർ എന്ന് പറയുന്നത് തൊട്ടടുത്ത് കിടക്കുന്ന നമ്പർ ആകുമ്പോൾ ആദ്യത്തെ നമ്പറിൽ നിന്ന് ഒന്ന് കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റുന്നത് m സ്ക്വയറും m+1 ഹോൾ സ്ക്വയറും ആണ്. ഇവിടെ 1 കുറവല്ല, നമ്മൾ തിരിച്ചല്ല എഴുതണം. 3 2 എന്നല്ല കോൺസിക്യൂട്ടീവ് നമ്പേഴ്സിന് എഴുതണം. ഇത് തെറ്റാണ്. 2 3 എന്നാണ് എഴുതുന്നത്. അതുകൊണ്ടാണ് ഇവിടെ എങ്ങനെ വരുന്നത്? m സ്ക്വയർ പ്ലസ് m+1 ഹോൾ സ്ക്വയർ എന്ന് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. കൺസിഡർ എനി 2/2 സ്ക്വയർ ഓഫ് നമ്പേഴ്സ് ഇൻ എ കലണ്ടർ. ഇവിടെ ഒരു കലണ്ടർ തന്നിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും 2/2 സ്ക്വയർ മെട്രിക്സ് വേണ്ട 2/2 റോയും 2 റോയും 2 കോളവും വരുന്ന ഒരു ഇത് നോക്കാം. ഫൈൻഡ് ദ പ്രോഡക്റ്റ് ഓഫ് നമ്പേഴ്സ് ലൈയിങ് എലോങ് ഈച്ച് ഡയഗണൽ. ഓരോ ഡയഗണലിലും വരുന്ന ഈ നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് എടുക്കുക. ഇവിടെ 4 × 12 48 കിട്ടി, 5 × 11 55 കിട്ടി. ഡു ദിസ് ഫോർ ദ അതർ 2/2 സ്ക്വയർ. നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും 2/2 സ്ക്വയർ കൺസിഡർ ചെയ്യാം. വാട്ട് ഡു യു ഒബ്സർവ് അബൌട്ട് ദ ഡയഗണൽ പ്രോഡക്റ്റ്. ഇതിന്റെ ഡയഗണൽ പ്രോഡക്റ്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ? എക്സ്പ്ലെയിൻ വൈ ദിസ് ഹാപ്പൻ. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് എഴുതുക. ഇവിടെ ഒരു 2/2 സ്ക്വയർ നമ്പർ തന്നിരിക്കുന്ന ഇത് പറഞ്ഞിരിക്കുന്നത്, ഇതിനിപ്പോൾ എ ആയിട്ട് എടുക്കുവാണെങ്കിൽ A4 ആണെങ്കിൽ 5 എന്ന് പറയുമ്പോൾ A+1 അല്ലേ, അതിൻ്റെ കൂടെ ഒന്നും കൂടി കൂട്ടിയപ്പോഴാണ് നമുക്ക് 5 കിട്ടിയത്. അടുത്തത് നോക്കിക്കേ, 4ൻ്റെ കൂടെ 7 ആഡ് ചെയ്തപ്പോഴാണ് 11 വന്നത്. അപ്പോൾ അവർ A+7 എഴുതി. ഇനി 5ൻ്റെ കൂടെയും ഇവിടെ എയും ആയിട്ട് റിലേറ്റഡ് ആയതുകൊണ്ടാണ് ഈ 12ന് നമ്മൾ എന്ത് കൊടുക്കുന്നത്? A+8 എന്ന് കൊടുക്കുന്നത്. എയും ആയിട്ടാണ് എല്ലാം റിലേറ്റ് ചെയ്ത് പോകുന്നത്.
അപ്പം ഇവിടെയും നമുക്ക് ഇഷ്ടമുള്ള ഒരു സ്ക്വയർ നമ്പർ കൺസിഡർ ചെയ്യാം. ഞാനിവിടെ കൺസിഡർ ചെയ്യുന്ന സ്ക്വയർ നമ്പർ ഇതാണ്. 6ഉം 7ഉം 13ഉം 14ഉം. ഇനി ഇതിൻ്റെ എന്തെടുക്കുക? പ്രോഡക്റ്റ് എടുക്കുക. ഡയഗണൽസിൻ്റെ വേണം പ്രോഡക്റ്റ് എടുക്കാനായിട്ട്. ഈ രണ്ട് റോയും 2 കോളമാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ചെയ്ത് നോക്കാം. ആദ്യം നമ്മൾ ഏതെടുക്കുക? പ്രോഡക്റ്റ് എടുക്കുക. സിക്സും 7ഉം 13ഉം 14ഉം. ഇതിൽ ആരെയൊക്കെയാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? ക്രോസ് ആയിട്ട്, ഡയഗണൽ വൈസ് ആണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ 6 × 14 എത്രയാണെന്ന് നോക്കുക. 6 × 14 84 കിട്ടും. ഇനി അടുത്തത് 7 × 13 നോക്കുക. 13 × 7 ചെയ്യുമ്പോൾ 7 × 3 21, ക്യാരി ഓവർ 2, അപ്പോൾ 91 കിട്ടും. ഇനി ഇത് തമ്മിൽ ഈ ഡയഗണൽസിൻ്റെ ഡിഫറൻസ് കണ്ടു നോക്കുക. 91 - 84 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 7 കിട്ടും. ഒന്നുകിൽ അഡീഷനിൽ നമുക്കിപ്പോൾ ഒന്നും ചെയ്യാനില്ല. ഡിഫറൻസ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? 7 കിട്ടി. ഇനി ഞാൻ വേറൊരു ഡയഗണലും കൂടി കൺസിഡർ ചെയ്യുകയാണ്. ഈ 2 ഡയഗണൽ 9ഉം 10ഉം 16ഉം 17ഉം. ഈ ഡയഗണലിലും ഈ സംഭവം ട്രൂ ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. K is 2. 9, 10, 16, 17. ഡയഗണലിൻ്റെ പ്രോഡക്റ്റ് എടുക്കുക. 17 × 9 ചെയ്യുക. അപ്പം 153 കിട്ടും. 16 × 10 ചെയ്യുക. 160 കിട്ടും. ഇനി അവരുടെ ഡിഫറൻസ് കണ്ടുപിടിക്കാം. 160 - 153. ഇത് 2 സബ്ട്രാക്ട് ചെയ്തപ്പോൾ 7 കിട്ടി. അപ്പോൾ എന്താ കിട്ടുന്നത്? ഏത് ഡയഗണൽസിൻ്റെയും മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള പ്രോഡക്റ്റിൽ നിന്ന് ഇത് സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് എന്ത് തന്നെയേ കിട്ടുള്ളൂ? 7 തന്നെ കിട്ടുള്ളൂ. ഇവിടെയും നോക്കിക്കേ, ഒരെണ്ണം 55ഉം കിട്ടി, ഒരെണ്ണം 48ഉം കിട്ടി. ഈ ഫസ്റ്റ് കേസിൽ ഇതിൽ 58 - 55 - 48 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് തന്നെയാണ് കിട്ടുന്നത്? 7 തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ ഈ നമ്പറിൻ്റെ, ഈ കലണ്ടറിൻ്റെ പ്രത്യേകതയാണ് എന്ത്? ഏത് ഡയഗണൽ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അത് സബ്ട്രാക്ട് ചെയ്താലും നമുക്ക് 7 തന്നെ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ എഴുതാം. വി ഒബ്സർവ് ദാറ്റ് ദ ഡിഫറൻസ് ഓഫ് ദ ഡയഗണൽ പ്രോഡക്ട്സ് ഇൻ ബോത്ത് ദ കേസസ് ഈസ് ഓൾവേസ് 7. നമുക്ക് ആ പാറ്റേണിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസം എന്താണ് നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വി ഒബ്സർവ് ദാറ്റ് difference of the diagonal product in both the cases is always 7. എക്സ്പ്ലെയിൻ വൈ ദിസ് ഹാപ്പൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവ തമ്മിൽ എപ്പോഴും ഈ നമ്പേഴ്സ് തമ്മിലുള്ള ഗ്യാപ്പ് എപ്പോഴും എത്രയാണോ വന്നത്? 7 ആയിരിക്കും വന്നത്. 2ൻ്റെ കൂടെ 7 ആഡ് ചെയ്യുമ്പോൾ 9 കിട്ടും. 3യുടെ കൂടെ 7 ആഡ് ചെയ്യുമ്പോൾ 10 കിട്ടും. എല്ലാത്തിൻ്റെയും ഡിഫറൻസ് 7 തന്നെയാണ് വന്നത്. ബാക്കി അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. താങ്ക് യു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ.